ഹായ് കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഒരു മരച്ചീനി കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാം. ഞാൻ ഇതിനു വേണ്ടി 1/2 കിലോ കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ കിഴങ്ങ് നല്ലോണം തൊലി കളഞ്ഞ് കുഞ്ഞു കുഞ്ഞായിട്ട് കൊത്തി നുറുക്കിയെടുത്ത് കഴുകി ഒരു കലത്തിൽ വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല വേവിച്ചെടുക്കണം കേട്ടോ. വെന്തതിന് ശേഷം നമ്മൾ അതിനെ വാർത്ത് ആ വെള്ളം കളഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചെറുതീയിൽ ഒന്നുകൂടെ ചൂടാക്കിയെടുത്ത് അതിനെ ഇടിച്ച് കുഴച്ച് മാറ്റി വയ്ക്കണം തണുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാളയും 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയാണ്. അത് നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് നുറുക്കി അരിഞ്ഞ് മാറ്റി വയ്ക്കണം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് റസ്ക് പൊടിയാണ്. റസ്ക് പൊടിച്ച് പിന്നെ 2 കോഴിമുട്ട നല്ലോണം കടഞ്ഞ് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമുക്ക് ചീനിച്ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ നല്ല ചൂടായതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും അതിലിട്ട് നല്ല വഴട്ടണം. നമ്മൾ കപ്പ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ നല്ല വേകുന്ന കപ്പ, അതിൽ കയ്പൊന്നും പാടില്ല കേട്ടോ. അത് കൊത്തി നുറുക്കി എടുക്കുമ്പോൾ അതിൻ്റെ നാര് മാറ്റണം. നാര് മാറ്റി കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾക്ക് കട്ട്ലറ്റ് കഴിക്കുമ്പോൾ ആ നാര് കടിക്കുമ്പോൾ ഒരു സുഖം കിട്ടത്തില്ല കേട്ടോ. ടേസ്റ്റിന് വ്യത്യാസം വരും. നമുക്ക് ആ നാരെല്ലാം കളഞ്ഞ് ഇട്ട് വേണം ഇത് ഈ കട്ട്ലറ്റിന് വേണ്ടി നല്ല കപ്പ തന്നെ എടുക്കണം. ഇപ്പം നമ്മുടെ സവോളയൊക്കെ ഇവിടെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ ആവശ്യത്തിന് കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതും ചേർത്ത് കൊടുത്ത് വീണ്ടും പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കണം. അത് നല്ല മിക്സ് ആയതിന് ശേഷം നമ്മൾ വേവിച്ച് കുഴച്ച് മാറ്റി വെച്ചിരിക്കുന്ന കപ്പ അതിലേക്ക് ഇട്ട് കൊടുത്ത് അതും നല്ലോണം ഇളക്കി മിക്സാക്കി ആ ചെറുതീയിൽ തന്നെ അടുപ്പിൽ വെച്ച് നല്ല മിക്സാക്കി എടുക്കണം. അപ്പോൾ അതിൽ ആ കപ്പയിൽ വെള്ളമയം ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കിട്ടും. നല്ല മിക്സായി കുഴഞ്ഞ് നമുക്ക് ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാൻ മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കത് നല്ലോണം കൈ കൊണ്ട് കുഴച്ച് നല്ല മയം വരുത്തി ബോളാക്കിയെടുക്കാം. ഇനി നമുക്കതിനെ കട്ട്ലറ്റിന് ആവശ്യത്തിനുള്ള പാകത്തിന് ബോളാക്കി ഉരുട്ടി മാറ്റി വയ്ക്കാം. എനിക്ക് ഉരുട്ടിയപ്പോൾ ഒരു 10 ബോൾ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒത്തിങ്ങനെ കുഴച്ച് മാറ്റി വയ്ക്കാം. നമുക്ക് വറുത്ത് കോരിയെടുക്കാൻ എളുപ്പമാണ്. അതിന് ശേഷം നമുക്ക് അത് ഉള്ളം കയ്യിൽ വെച്ച് പ്രസ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ തന്നെ കിട്ടും. അങ്ങനെ ഉള്ളം കയ്യിൽ വെച്ച് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുമ്പം കട്ട്ലറ്റിൻ്റെ രൂപം കിട്ടും. ഇതിപ്പോൾ രൂപം കിട്ടിയോന്നൊന്നും അറിയില്ല, ഞാൻ അങ്ങനെ ചെയ്തു വന്നെന്ന് തോന്നുന്നു. ഏകദേശം ഒരു രൂപം കിട്ടി കേട്ടോ. അതിനുശേഷം ബോളുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ കടഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കിയതിന് ശേഷം റസ്ക് പൊടിയിൽ മുക്കി ഞാൻ ഒത്ത് വറുത്ത് കോരാൻ വേണ്ടി എല്ലാം ഒത്ത് മുക്കി മുക്കി പാത്രത്തിൽ മാറ്റി വയ്ക്കുകയാണേ. എല്ലാ ബോളുകളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചീനിച്ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ നല്ല ചൂടായി നല്ല തിളയ്ക്കണം. നല്ല തിളച്ചതിന് ശേഷം നമുക്ക് ഇത് അതിലേക്കിട്ട് പൊരിച്ച് കോരിയെടുക്കുക. ചെറുതീയിലേ പൊരിക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, അകം വേഗത്തില്ല. പുറം മാത്രം കരിഞ്ഞിട്ട് അകം വേഗാതെ കിട്ടും. ചെറുതീയിൽ എണ്ണ തിളച്ചതിന് ശേഷം നമുക്ക് ഇതിട്ടതിന് ശേഷം ചെറുതീയിൽ വറുത്ത് കോരി മാറ്റണം. നമുക്ക് ഈ കിഴങ്ങ് മേടിക്കുമ്പോൾ നല്ല വേകുന്ന കിഴങ്ങ്, കയ്പില്ലാത്ത കിഴങ്ങ്, അതിന് നാര് കളഞ്ഞെടുക്കണം. ഇത്രയൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ മതി. അപ്പം നല്ല ടേസ്റ്റുള്ള കട്ട്ലറ്റ് നമുക്ക് കിട്ടും. ഇനി എല്ലാവരും നല്ല കിഴങ്ങ് കിട്ടുമ്പോൾ ഇതുപോലെ കട്ട്ലറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് എനിക്ക് കമൻ്റ് ഇടണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യണം, സപ്പോർട്ടും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം കേട്ടോ. വീണ്ടും പുതിയ ഒരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. നല്ല ടേസ്റ്റുള്ള കട്ട്ലറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചൂടാണ് കേട്ടോ, കഴിക്കാനും പറ്റുന്നില്ല. ഞാൻ ചൂടോടെ കഴിച്ചു, പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു.
നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് റിപ്ലൈ തരണം കേട്ടോ. വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പം വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ടാറ്റാ.